യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ നാട്ടിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാനുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. 6 മാസമായാണ് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ നാട്ടിലെല്ലാവരും ഹാനുവിനെ കാണാൻ വെയിറ്റിംഗ് ആണ്. ചാച്ചനും അമ്മയും മമ്മിയും പപ്പായും ദേവിയും എല്ലാവരും വെയിറ്റിംഗ് ആണ് ഹാനുവിനെ കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. തോന്നുന്നൊരു 2-2.5 വർഷമായി നാട്ടിൽ പോയിട്ട്. അപ്പോൾ ഓൾ ടുഗദർ വി ആർ സോ എക്സൈറ്റഡ് ടു ഗോ ടു ഇന്ത്യ. സോ നമ്മൾ ഇപ്പം മഗ്ഡിയിൽ വന്നേക്കാണ് കോഫി കുടിക്കാൻ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകും. നമ്മൾ മോൺട്രിയലിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത്. നമ്മൾ കോഫിയും എന്തെങ്കിലും കഴിക്കാൻ രാവിലെ ഓർഡർ ചെയ്യാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. റോഷന് തന്നെയാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വന്നേക്കുന്നത്. കൂടത്തിൽ കട്ടപ്പനയിലേക്ക് ഒരമ്മച്ചി കൂടി ഉണ്ട്. നമ്മുടെ സുമേഷ് ഏട്ടൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അവരും വന്നിട്ടുണ്ട്. ഏടാ നീയും പോകുന്നുണ്ടോടാ? നീ പോകുന്നുണ്ടോ? നമ്മൾ ബോർഡിങ് കഴിഞ്ഞിരിക്കുന്നു. ലഗേജ് എല്ലാം കയറ്റി വിട്ടു. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ആനു പാല് കുടിക്കുന്നു. നമ്മളിനിയിപ്പോൾ നമ്മുടെ എമിറേറ്റ്സ് ഗേറ്റിലേക്ക് പോവാണ്. ബാക്കി കാണാം. എഴുന്നേറ്റില്ല, ഉറങ്ങുവാ. ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അയ്യോടാ, ഇതാണ് നമ്മുടെ ഹാനുഷിന്റെ ബാസ്നെറ്റ്. ഹാനൂസിന്റെ ബാസിനെറ്റ് സീറ്റ്. ഇവനെ വെറുതെ ഇപ്പൊ ഇവിടെ ഇരുത്തിയേക്കുന്നതാണ്. ഇവന് എക്സ്ട്രാ ബ്ലാങ്കറ്റും പില്ലോയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബെൽറ്റ് ഇടേണ്ട സമയങ്ങളിൽ കയ്യിലെടുത്ത് പിടിച്ച് നമ്മുടെ കുടത്തിൽ ബെൽറ്റ് ഇടണം. അല്ലാത്ത സമയങ്ങളിൽ ഇവനൊക്കെ ഇവിടെ കടത്താം, ഇവന് ഉറങ്ങാം, റെസ്റ്റ് ചെയ്യാം. ഹാനുവിന് കുറച്ച് വെജിറ്റബിൾ ഫുഡും കൂടെ കിട്ടിയിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞ ബേബീസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡാണ്. ബാഗാണ് മാഗസിൻസ്. ബ്ലാങ്കറ്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ബ്ലാങ്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. മാഗസിൻ ഇത് കൊച്ചിന് കിട്ടിയ സാധനം.
അവിടെ ചിരിച്ചു കാണിക്കുവാണേ. ഞാൻ പറയുന്നുണ്ട്. ഹാനു ഉറങ്ങി. തൊമ്മന്തേ ബാഹുബലി കണ്ടുകൊണ്ടിരിക്കുന്നു. ഉറക്കം എണീറ്റപ്പോൾ ഹാനു എയർ ഹോസ്റ്റസിനോടൊക്കെ പോയി. അവർ വന്ന് എടുത്തുകൊണ്ട് പോയി ഹാനുവിനെ. എല്ലാവരും കൂടത്തിൽ മാറിപ്പോയി ഫോട്ടോസൊക്കെ എടുത്തു. ആവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ സീറ്റ് തൊട്ടടുത്തിരുന്ന സ്ത്രീയാണിത്. പുള്ളിക്കാരി ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹാനുമായിട്ട് ഭയങ്കര കൂട്ടുകൂടി. ഹാനു അവരുടെ മടിയിലിരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തത്. പിന്നെ കുറേ നേരം പുള്ളിക്കാരിക്കും ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ. അപ്പം ഹാനു അവിടെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. എടാ ഉറങ്ങടാ കാവശ്യം. നീ ഉറങ്ങിയില്ലേ ഉണ്ടല്ലോ, നിന്നെ എടുത്ത് പ്ലെയിനിൽ നിന്ന് വെള്ളത്തിൽ ഇടും കേട്ടോ. നിന്നെ എടുത്ത് വെള്ളത്തിൽ ഇടും. ഉറങ്ങാൻ കാവശ്യം നീ. ദുബായിൽ ലാൻഡ് ചെയ്തിട്ടാണ്. ഫ്ലൈറ്റിൽ നമ്മൾ അറൈവിൽ നിന്ന് അങ്ങോട്ട് പോകണം. 15 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ നമുക്ക് എമിറേറ്റ്സിൽ തന്നെ ഹോട്ടൽ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ടേക്ക് പോകും. എന്നാലും ഭയങ്കര ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു. ഈ ഒരു 45 മിനിറ്റ്സ് എക്സ്ട്രായും എടുത്തു, വെതർ കണ്ടീഷൻ്റെ പ്രോബ്ലംസ് ഒക്കെ കാരണം. ഇവിടെയാണ് നമുക്ക് വിസ കിട്ടുന്നത്. അതുപോലെ തന്നെ ഹോട്ടൽ വൗച്ചറും ഇവിടെ നിന്നാണ് നമ്മൾ കിട്ടുന്നത്. ഇവിടെ നിന്ന് വേണം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ. അപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പറും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് പോവാണ്. ലാസ്റ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോവാണ്. പത്ത് മിനിറ്റ് തന്നെ നമ്മുടെ എമിറേറ്റ്സിൻ്റെ ഹോട്ടലിൽ ദുബായിൽ എത്തി. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഫ്ലൈറ്റ് വരുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ട്രാവലിംഗ് കുറേ ഈസി ആക്കാൻ പറ്റുന്നു. അപ്പം ഒന്നാമത്തെയാണ് നമുക്ക് ഈ ക്യാരിയർ ഉള്ളത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അവരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ ചെക്കിങ് നേരത്തെ ചെയ്യുകയാണെങ്കിൽ അതും ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ അത്രയും ക്യൂ നിൽക്കേണ്ട. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാഗ് ഇങ്ങനെ എടുക്കാൻ പറ്റും. ആ ബാഗിന് വെയിറ്റ് നോക്കുന്നതല്ല, അത് ഓരോ ഫ്ലൈറ്റിൻ്റെ റൂൾസ് അനുസരിച്ചിരിക്കും. എന്നാലും അതിനകത്ത് നമുക്ക് അത്യാവശ്യം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഡയപ്പർ, വൈപ്സ്, ഫോമുല, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എമിറേറ്റ്സിൽ അവർ വന്ന് നമ്മുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഒരു ഫോട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജസ് ആണ്. നമുക്കങ്ങനെ ചോദിച്ച് വാങ്ങിക്കാം. അവരത് ചെയ്തു തരുന്നതാണ്. അതൊക്കെ ഒരു മെമ്മറി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ദുബായ് ടു കൊച്ചി, അപ്പം അത് അടുത്ത വ്ലോഗിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കും. ശരിക്കും ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ ദുബായിൽ കുറേ ടൈം എടുക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടാനായിട്ട്. ഇമിഗ്രേഷനും ബാക്കി സംഭവത്തിനൊക്കെ ഓടി നടന്ന് മടുത്തു. ഹോട്ടലിൽ റെസ്റ്റ് എടുത്ത് ഇനി വൈകിട്ട് കൊച്ചി. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.